പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷ്യപ്പെടുത്തലിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത്. ക്രിസ്തുവിന്റെ സാക്ഷ്യം, യോഹന്നാന്റെ സാക്ഷ്യം, ഇവയൊന്നും വിശ്വസിക്കാത്ത യഹൂദരെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥ സാക്ഷ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് വചനം കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥ സാക്ഷ്യത്തിന്റെ അനുഭവം പഴയ നിയമത്തിലെ യഹൂദരുടെ തോറ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം തുടങ്ങിയ പുസ്തകങ്ങളുടെ സംക്ഷിപ്ത രൂപം അതെല്ലാം കാണാതെ പഠിച്ചരച്ച് കലക്കി കുടിച്ച് പഠിക്കുന്ന ഒരു യഹൂദ ജീവിതചര്യ, അത് പഠനം അത്യാവശ്യമാണ്. പക്ഷെ ഈ പഠനത്തിൽ നിന്ന് നിർഗളിക്കുന്ന ജീവിതമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നം. യഹൂദർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു സാക്ഷ്യത്തിന്റെ ഒരു ചൂണ്ടുമലകയുണ്ട് യോഹന്നാനിലേക്ക്. യോഹന്നാനിത് പോലുള്ള ഹൃദ്യമായ ക്രിസ്തുവിന്റെ സാക്ഷ്യം നൽകുന്ന യോഹന്നാനെ അനുകരിച്ചിരുന്നെങ്കിൽ യഹൂദരുടെ ജീവിതവും സാക്ഷ്യത്തിന്റെ ജീവിതമായി മാറുമായിരുന്നു. അനുകരണത്തിന് യഹൂദരുടെ ജീവിത മാതൃക നമുക്ക് നല്ലതല്ല. മറിച്ച് യോഹന്നാൻ്റെതുപോലുള്ള സാക്ഷ്യം, അവൻ്റേതുപോലുള്ള സാക്ഷ്യം, യോഹന്നാന്റെ ജീവിതത്തിന്റെ അനുകരണം നമുക്ക് ഈ സാക്ഷ്യ ജീവിതത്തിന് ശക്തി പകരും. അതിനുള്ള കൃപ നല്ലവനായ ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക